അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായ അമീർ ഖാൻ മുത്തഖിയുടെ വാർത്താസമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയതിൽ കനത്ത പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമീർ ഖാൻ മുത്തഖി ദില്ലിയിലെത്തിയത്. വിഷ്ണു തലവൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. വിഷ്ണു, കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇദ്ദേഹം ദില്ലിയിലെത്തിയത്. അവിടെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ നിന്നാണ് വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയത്. ഈ ഒരു കേന്ദ്രത്തിന്റെ കൂടി നിലപാടായിട്ടാണോ ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായിട്ടുള്ള ആമീർ ഖാൻ മുത്തഖി ദില്ലിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായിട്ടും വിലക്കുകയും വനിതാ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നൽകാതെയും ഇരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് വഴിവെച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആ മേശപ്പുറത്ത് താലിബാൻ ഒരു പതാക കൂടി വെച്ചിരുന്നു. ആ താലിബാന്റെ പതാക മേശപ്പുറത്ത് വെച്ചിട്ടാണ് വാർത്താ സമ്മേളനം ആമീർ ഖാൻ മുത്തഖി നടത്തുന്നത്. അതിൽ വനിതാ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കുന്നില്ല. പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ വനിതകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതൊക്കെ വെറും പ്രചരണം മാത്രമാണ് അത്തരത്തിൽ നടക്കുന്നത് എന്നതായിരുന്നു മുത്തഖിയുടെ ഒരു പ്രതികരണം പുറത്തു വന്നത്. ഏതായാലും ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് സമൂഹ മാധ്യമങ്ങളായാൽ പോലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം താലിബാൻ ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് അത്തരം താലിബാൻ്റെ നിലപാടുകൾ. അപ്പോൾ ആ ഒരു താലിബാൻ നേതാവ് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇത് മുത്തഖിയുടെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മുതിർന്ന നേതാവ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഈ മാസം 16 വരെ മുത്തഖി ഇന്ത്യയിൽ തുടരുകയും ചെയ്യും. എന്തായാലും വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം ഇതിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം കേന്ദ്ര സർക്കാരൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയത് സർക്കാരിൻ്റെ അറിവോടുകൂടിയ അല്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഇത് അഫ്ഗാൻ ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയത് വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിവോടെ അല്ല എന്ന് പറഞ്ഞ് ഒരു തലയൂരാനുള്ള ഒരു ശ്രമമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അല്പമുന്നേ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായത്. ഇത്തരത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, മോദി നിലപാട് വ്യക്തമാക്കണമെന്നതാണ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. സിന്ധൂരി.